സബാഷ്. ഇതെന്താ പുതിയ രീതി? ഇത് പുതിയ രീതി അല്ല ശ്രേയ. കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങളും തൊടുന്നതല്ലേ സിന്ദൂരം. നാട്ടുകാർ കാണുകയല്ലേ കല്യാണം നടന്നത്. പിന്നെ എന്തിനാ ഇത്? നമ്പർ പ്ലേറ്റോ? നമ്പർ പ്ലേറ്റ് ഒന്നും അല്ല മാഡം. ഭർത്താവിന്റെ കൈകൊണ്ട് നെറ്റിയിൽ കുങ്കുമം ചാർത്തിച്ച അവരുടെ ആയുസ് കൂടുന്നൊരു വിശ്വാസമുണ്ട്. അതാ. നോൺസെൻസ്. ഇത് വിശ്വാസമൊന്നുമല്ല, ആണുങ്ങളുടെ ആധിപത്യത്തിന്റെ അടയാളം. കാലം മാറി. താലിയും കഴുത്തിലിട്ടോണ്ട് നടക്കുന്ന പെണ്ണുങ്ങള് എത്രയുണ്ടാവും ഈ നാട്ടില്? പഴയ കാലത്ത് ഇങ്ങനൊക്കെ നടന്നിട്ടുണ്ടാവും. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യമാണ് പ്രധാനം. ആണിന്റെ കാൽച്ചുവട്ടിൽ കിടക്കാനുള്ളതല്ല പെണ്ണ്. കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ എന്തടയാളം കൊണ്ട് നടക്കുന്നത്? ആകെയുള്ളത് ഒരു വിവാഹമോതിരായിരിക്കും. അതാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചക്കൊക്കെ ഊരി മാറ്റും. പിന്നെ എന്തിനു പെണ്ണുങ്ങൾ മാത്രം ഓരോ അടയാളം ചൂടി നടക്കണം? അത് വേണം. അരവിന്ദേട്ടാ, ശ്രേയയ്ക്ക് സിന്ദൂരം തൊടുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ അതോ അരവിന്ദേട്ടൻ തൊട്ടു കൊടുക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? അത് പോയിന്റ്. അക്കുചേട്ടാ, ഓ ഓഫീസിൽ പോകുന്നില്ലേ? പോണം. എന്നാ പോയിട്ട് വരട്ടെ. ബൈ കാക്കോത്തി. ആ, ബൈ ബൈ ബൈ. എന്നാ ശരി. ഹലോ ഹേമേ. രാജി വീട്ടിലാണോ? അതെ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. പറയൂ ഹേമേ. അത് ശ്രേയമോളുടെ കാര്യ. എന്തു പറ്റി? ഞാൻ എങ്ങനെ പറയാനാ? പറയുന്നുണ്ടെന്ന് തോന്നരുത്. ശ്രേയമോളെ കുറ്റം പറയുന്നതല്ല, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്. ചുറ്റുകളെ ചെയ്തൊക്കെ വഴിയെ പോകുന്നുണ്ട്, എന്നാലോട്ട് കാര്യം പറയുന്നുമില്ല. ഹേമ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ശ്രേയ എന്തെങ്കിലും? അതെ രാജി, മോള് കല്യാണത്തിന് മുമ്പ് ഒരു രീതിയിലും ഇപ്പൊ വേറൊരു രീതിയിലുമാ പെരുമാറുന്നത്. സംസാരവും പ്രവൃത്തിയും ഒന്നും ശരിയല്ല. എന്താ ഉണ്ടായത് ഹേമേ? ഒന്ന് ആലോചിച്ച് നോക്ക് രാജി. കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം തന്നെ ഓഫീസിലേക്ക് പോയി. ബന്ധുക്കളുടെ വീടുകളിൽ വിരുന്നിന് പോണം, കുടുംബക്ഷേത്രത്തില് പൂജയിൽ പങ്കെടുക്കണമെന്നൊക്കെ ഞാനും അരവിന്ദും കൊറേ പറഞ്ഞു നോക്കിയതാ. അപ്പൊ കേട്ടില്ല. അത് പിന്നെ പോട്ടെന്ന് വെക്കാം. എന്റെ മോൻ അരവിന്ദ് ശ്രേയമോളുടെ ഭർത്താവല്ലേ? സന്തോഷത്തോടെ സിന്ദൂരം തൊട്ടു കൊടുക്കാൻ നോക്കിയപ്പോ ദാ അവന്റെ കൈ തട്ടി മാറ്റി കളഞ്ഞു. കാര്യം ചോദിച്ചപ്പോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ എനിക്ക് എന്റെ തല ചുറ്റുന്ന പോലെ തോന്നുക. അരവിന്ദിന് ശ്രേയമോക്കും ഇടയിൽ എപ്പ പ്രശ്നം ഉണ്ടാവും, എപ്പ പിരിയും, രണ്ടാവും എന്നൊക്കെ നോക്കിയിരിക്ക ആ തുണിക്കച്ചവടക്കാരി. അവൾക്കൊരവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാ പൊന്നുവിന്റെ പെരുമാറ്റം. മനസ്സിലായി ഹേമേ. ഹേമയൊന്നും മനസ്സിൽ വെക്കണ്ട. മോളോട് ഞാൻ സംസാരിച്ചോളാം, പറഞ്ഞു മനസ്സിലാക്കാം. ഇക്കാര്യത്തിൽ അവളുടെ അറിവില്ലായ്മയായിരിക്കും. ശരി, രാജി എന്തായാലും പറഞ്ഞു മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഹേമ ടെൻഷനാവണ്ട, അരവിന്ദനോടും പറയണം, ശ്രേയോട് ഞാൻ പറയാം. ശരി രാജി.
ആകാശിനോടും ചാരുവിനോടുമുള്ള ദേഷ്യം മനസ്സിലാക്കാം. പക്ഷെ അരവിന്ദനോടും ഹേമയോടും ഇവൾ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നു?